ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്നു പരിശോധിച്ചറിയുന്നതിന് pH പേപ്പർ ഉപയോഗിക്കുന്നു. pH മൂല്യം 7 എന്നത് നിർവീര്യ വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആസിഡോ ആൽക്കലിയോ അല്ല എന്നർത്ഥം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. pH മൂല്യം 7-ന് മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവവും 7-ൽ താഴെയാണെങ്കിൽ ആസിഡ് സ്വഭാവവും ഉണ്ടാകും. pH മൂല്യം അടയാളപ്പെടുത്തിയ കളർ ചാർട്ട് pH പേപ്പറുകളുടെ ഒപ്പം ലഭിക്കും. pH പേപ്പർ ഒരു ലായനിയിൽ മുക്കുമ്പോഴുണ്ടാകുന്ന നിറവ്യത്യാസം കളർ ചാർട്ടുമായി താരതമ്യം ചെയ്താണ് ആ ലായനി ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് കണ്ടെത്തുന്നത്. അടുത്തതായി നമുക്ക് മണ്ണിൻ്റെ pH മൂല്യം പരിശോധിക്കാം. മണ്ണിൻ്റെ pH മൂല്യം പരിശോധിക്കുന്നതിന് ഗ്ലാസിൽ പകുതി വരെ മണ്ണെടുക്കുക. മണ്ണ് മുങ്ങുന്നതുവരെ അതിലേക്ക് ജലം ഒഴിക്കുക. നന്നായി ഇളക്കുക. ഗ്ലാസ് ചരിച്ചു വെച്ച് ഊറി വരുന്ന വെള്ളം ശേഖരിക്കുക. തെളിഞ്ഞ ശേഷം അതിൽ pH പേപ്പർ താഴ്ത്തി നോക്കുക. pH പേപ്പറിലെ നിറവ്യത്യാസം കളർ ചാർട്ടുമായി താരതമ്യം ചെയ്ത് മണ്ണിൻ്റെ pH കണ്ടെത്താൻ കഴിയും. നെൽകൃഷി ചെയ്യുന്ന വയലിലെ മണ്ണും അടുക്കളയ്ക്ക് സമീപമുള്ള തോട്ടത്തിലെ മണ്ണുമാണ് ഇവിടെ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 2 തരം മണ്ണുകളെയും ഗ്ലാസ്സിലെ വെള്ളത്തിൽ നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം തെളിയാൻ അനുവദിക്കുക. രണ്ടിലേക്കും pH പേപ്പർ മുക്കി നോക്കുക. വയൽ മണ്ണിൽ pH പേപ്പർ മുക്കി നോക്കിയപ്പോൾ അതിൻ്റെ നിറം മാറ്റം പരിശോധിച്ച് അതിൻ്റെ pH മൂല്യം 4 ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. pH മൂല്യം 4 ആയതിനാൽ ഇത് ആസിഡ് സ്വഭാവത്തെ കുറിക്കുന്നു. കേരളത്തിലെ മണ്ണ് പൊതുവായി ആസിഡ് സ്വഭാവം ഉള്ളതാണ്. ആസിഡ് സ്വഭാവം കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് കർഷകർ പാടത്ത് ചുണ്ണാമ്പ് വിതറുന്നത്.
അടുക്കളയുടെ സമീപത്തുനിന്ന് ശേഖരിച്ച മണ്ണിലെ pH മൂല്യം പരിശോധിച്ചപ്പോൾ അത് 8 ആണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. pH മൂല്യം 8 ആയതിനാൽ ഇത് ആൽക്കലി സ്വഭാവത്തെയും കുറിക്കുന്നു. വ്യത്യസ്ത കൃഷി ഇനങ്ങളുടെ വളർച്ച മണ്ണിന്റെ ആസിഡ് ക്ഷാര ഗുണങ്ങൾക്ക് അനുസരിച്ച് ഇരിക്കുന്നു. ഇത് പരിഹരിക്കുന്നതിനു വേണ്ടി അനുയോജ്യമായ സ്വഭാവത്തോടു കൂടിയ രാസവളങ്ങൾ ചേർക്കുന്നു.